കമ്മീഷൻ നടത്തുന്ന നടപടികളിൽ പ്രതിപക്ഷം അവിശ്വാസം രേഖപ്പെടുത്തുന്നതിനിടെ രാജ്യത്ത് വലിയ അത്ഭുതങ്ങൾ നടക്കുന്നു എന്ന നിരീക്ഷണമാണ് ഇപ്പോൾ ശക്തമാകുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീവെട്ടിക്കൊള്ള നടത്തുന്നു എന്ന ഗുരുതര ആരോപണം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി 100% വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ രാജ്യത്തെ ജനങ്ങളുടെ മുന്നിൽ പ്രദർശിപ്പിച്ചപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ രംഗത്തെത്തിയത് 272 പ്രമുഖ പൗരന്മാരാണെന്നതാണ് ശ്രദ്ധേയം. സാധാരണ ഒരു ജനാധിപത്യ രാജ്യത്താണെങ്കിൽ ജനാധിപത്യം തുറന്ന് അട്ടിമറിക്കപ്പെടുമ്പോൾ യഥാർത്ഥ പ്രമുഖ വ്യക്തികളെല്ലാം അതിനെതിരെ പ്രതികരിക്കുകയും തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് വിശദീകരണം ആവശ്യപ്പെടുകയുമാണ് ചെയ്യേണ്ടത്. എന്നാൽ ഇവിടെ സംഭവിച്ചത് നേരെ തിരിച്ചാണ്. രാഹുൽ ഗാന്ധിക്കെതിരെ തുറന്ന കത്തെഴുതിയ ഈ 272 പ്രമുഖ വ്യക്തികൾ എന്ന ആട്ടിൻ തോലണിഞ്ഞ ചെന്നായ്ക്കളുടെ യഥാർത്ഥ മുഖമാണ് ഇപ്പോൾ വെളിച്ചത്ത് വരുന്നത്. പ്രമുഖ പൗരന്മാർ എന്ന പേരിൽ സ്വയം വിശേഷിപ്പിച്ചു വന്ന ഈ കത്തിൽ ഒപ്പിട്ടത് വിരമിച്ച 16 ജഡ്ജിമാർ, 123 ഉന്നത ഉദ്യോഗസ്ഥർ, 133 വിരമിച്ച ആർമി ഉദ്യോഗസ്ഥർ എന്നിവരാണ്. രാഹുൽ ഗാന്ധിയും കോൺഗ്രസും രാജ്യത്തെ ഭരണഘടനാ സ്ഥാപനങ്ങളെ, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അടിസ്ഥാനരഹിതമായി അപമാനിക്കുകയാണെന്നും കേന്ദ്രീകൃത ഗൂഢാലോചന നടത്തിയുള്ള ആക്രമണമാണ് കമ്മീഷനെതിരെ നടത്തുന്നതെന്നും കത്തിൽ ആരോപിക്കുന്നു. അതുകൊണ്ട് രാജ്യത്തെ സിവിൽ സൊസൈറ്റി തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെയും സംഘത്തെയും പിന്തുണയ്ക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. എന്നാൽ നിഷ്പക്ഷമായിരിക്കേണ്ട തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ 100% വ്യക്തമായ തെളിവുകൾ സഹിതം ഗുരുതരമായ ആരോപണങ്ങൾ ഹാജരാക്കുമ്പോൾ യാതൊരു നാണവുമില്ലാതെ വാറോലയുമായി വരാൻ തയ്യാറായ ഈ പ്രമുഖ പൗരന്മാരെ കുറിച്ച് യഥാർത്ഥ പ്രമുഖ പൗരന്മാർ തന്നെ പ്രതികരിക്കുന്നുണ്ട്. മുതിർന്ന മാധ്യമ പ്രവർത്തകനായ പരജോയ് ഗുഹ താക്കൂർത്ത ഇതിനടിസ്ഥാനമായ വാർത്ത പങ്കുവെച്ച് പറഞ്ഞത്, ആരാണ് യഥാർത്ഥ ഭക്തന്മാർ എന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലായി എന്നാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പെരുമാറ്റവും പ്രസ്താവനകളും കാണാത്ത മട്ടിൽ ഇവർ സംസാരിക്കുന്നതിലെ കപടതയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യത ചരിത്രത്തിലെ ഏറ്റവും താണ നിലവാരത്തിലാണെന്ന സർവേ ഫലങ്ങളെയും ഈ വാദങ്ങൾ തള്ളിക്കളയുന്നു. പ്രമുഖ ചരിത്രകാരനായ അശോക് കുമാർ പാണ്ഡെ ഉന്നയിച്ച ചോദ്യം ഈ വിഷയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തെരഞ്ഞെടുക്കുന്ന നിയമം സർക്കാർ മാറ്റിയപ്പോൾ, അതായത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ നിയമന പാനലിൽ നിന്ന് മാറ്റി കമ്മീഷനെ സർക്കാരിന്റെ പരിപൂർണ നിയന്ത്രണത്തിലാക്കുകയും അതുവഴി നിഷ്പക്ഷത ഇല്ലാതാക്കുകയും ചെയ്തപ്പോൾ ഈ 272 ജഡ്ജിമാരും ഉദ്യോഗസ്ഥരും നിശബ്ദരായിരുന്നില്ലേ? അന്ന് എതിർപ്പ് അറിയിക്കാതിരുന്നവർ ഇപ്പോൾ സംസാരിക്കുമ്പോൾ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പിന്തുണയ്ക്കുന്നതിന് പകരം സർക്കാരിനെ നേരിട്ട് പിന്തുണയ്ക്കുന്നതാണ് എന്നേ കരുതാനാവൂ. അതായത് യഥാർത്ഥത്തിൽ ഇതൊരു നാണം കെട്ട സെറ്റപ്പ് നാടകമാണ് എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ഇനി കത്തിലൊപ്പിട്ട ചില പ്രമുഖരുടെ യഥാർത്ഥ മുഖങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. മുൻ ആർ ഒ ചീഫ് ആയിരുന്ന സഞ്ജീവ് ത്രിപാഠി BJP-യിൽ ചേർന്ന വ്യക്തിയാണെന്ന് വാർത്തകൾ വ്യക്തമാക്കുന്നു. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇദ്ദേഹത്തെ BJP-യിലേക്ക് സ്വാഗതം ചെയ്യുന്ന ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. മുൻ സുപ്രീം കോടതി ജഡ്ജിയും NGT ചെയർമാനുമായിരുന്ന ആദർശ് കുമാർ ഗോയൽ SC/ST ആക്ടിൽ കൊണ്ടുവന്ന നിയമ ഭേദഗതി കാരണം ദളിത് സംഘടനകളിൽ നിന്നും കോൺഗ്രസിൽ നിന്നും വലിയ എതിർപ്പ് നേരിട്ട ആളാണ്. അതുപോലെ മറ്റൊരു മുൻ ജഡ്ജി ഹേമന്ത് ഗുപ്ത ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന മോദിയുടെ അജണ്ടയെയും ഭരണഘടനാ ഭേദഗതിയെയും പിന്തുണച്ച ആളാണ്. ഇദ്ദേഹവും പ്രമുഖനായ ഒരു BJP അനുഭാവിയാണ് എന്ന് വ്യക്തമാകുന്നു. കൂടുതൽ ഉദ്യോഗസ്ഥരെ പരിശോധിക്കുമ്പോൾ വിരമിച്ച IPS ഉദ്യോഗസ്ഥനായ രാം നാരായൺ സിംഗിന്റെ സ്ഥാപനങ്ങളിൽ 2022 ഇൻകം ടാക്സ് റെയ്ഡ് നടക്കുകയും അദ്ദേഹത്തിന്റെ ഭാര്യയുടെ സ്ഥാപനത്തിൽ നിന്നും വീട്ടിലെ പ്രൈവറ്റ് ലോക്കറുകളിൽ നിന്നും 3 കോടി രൂപ പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. KYC നിയമലംഘനത്തിന് ഇദ്ദേഹത്തിനെതിരെ കേസുണ്ട്. ഇത്തരം സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധമുള്ള ഒരാൾ നിഷ്പക്ഷതയെക്കുറിച്ച് സംസാരിക്കുന്നതിലെ വൈരുദ്ധ്യമാണ് ഇവിടെ കൂടുതൽ ശ്രദ്ധേയമാവുന്നത്. കൂടാതെ മുൻ അംബാസിഡർ വാസുവതി മുഖർജി 2024 BJP-യിൽ ചേർന്ന വ്യക്തിയാണ്. മുൻ ഡൽഹി പോലീസ് ചീഫായിരുന്ന BS ബാസിയെ മോദി സർക്കാർ UPSC കൗൺസിൽ മെമ്പറാക്കി നിയമിച്ചത് വലിയ വിവാദമായിരുന്നു. പഞ്ചാബ് മുൻ DGP അനിൽകുമാർ ശർമ്മയും വിരമിച്ച ശേഷം രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുകയും BJP-ക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്ത ആളാണ്. കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരിയുടെ ഭാര്യ ലക്ഷ്മി പുരിയും ഈ കത്തിൽ ഒപ്പിട്ട പ്രമുഖരിൽ ഉൾപ്പെടുന്നു. ഈ പട്ടികയിൽ ഉൾപ്പെട്ട ചിലരുടെ പഴയ ട്വീറ്റുകളും സ്വഭാവ സവിശേഷതകളും കൂടി ഉൾപ്പെടുത്താതിരിക്കാനാവില്ല. മുൻ പഞ്ചാബ് DGP ആയ PC ഡോഗ്രെ നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആകുന്നതിന് മുൻപ് തന്നെ മോദിക്ക് രാജ്യത്തെക്കുറിച്ച് വലിയ വിഷൻ ഉണ്ടെന്നും അത് പ്രാവർത്തികമാക്കാൻ ഒരു അവസരം കിട്ടണമെന്നും ട്വീറ്റ് ചെയ്ത ആളാണ്. അതുപോലെ മറ്റൊരു പ്രമുഖ പൗരനായ യോഗേഷ് ഗുപ്ത ചില സ്ത്രീകൾ അവരുടെ ഫോട്ടോ പോസ്റ്റ് ചെയ്തതിന് താഴെ വഷളൻ കമന്റുകൾ ഇട്ടതിലൂടെ സംഘികളുടെ സംസ്കാരത്തിന് ചേർന്ന വ്യക്തിയാണെന്ന് തെളിയിച്ചും കഴിഞ്ഞതാണ്. എന്നാൽ ഈ കത്ത് പുറത്തു വന്നതിന് പിന്നാലെ മുൻ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായ അശോക് ലവാസ, OP റാവത്ത്, YS ഖുറേഷി എന്നിവർ എടുത്ത നിലപാട് അഭിനന്ദാർഹമാണ്. രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങൾ അന്വേഷിച്ച് കൃത്യമായ വിവരം പുറത്തുവിടണം എന്നവർ ആവശ്യപ്പെട്ടു.
തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഡാറ്റയുമായി ബന്ധപ്പെട്ട ഗൗരവമായ ഒരു പരാതി വരുമ്പോൾ അത് അന്വേഷിച്ച് പൊതുജനങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തേണ്ടത് കമ്മീഷന്റെ കടമയാണ് എന്നവർ വ്യക്തമാക്കി. യഥാർത്ഥ പ്രമുഖ പൗരന്മാരെല്ലാം ചെയ്തത് ഇതാണ്. അപ്പോൾ രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തനിനിറം പുറത്ത് കാണിച്ചത് ശരിയായില്ല എന്ന് പറഞ്ഞ ഈ 272 പ്രമുഖ വ്യക്തികളുടെ യഥാർത്ഥ മുഖമാണ് ഇവിടെ മറനീക്കി പുറത്തു വരുന്നത്.